കഥയുടെ പേര് ചോദ്യ നക്ഷത്രം. കലിയുഗനാഥൻ കാരുണ്യരൂപൻ ശ്രീകരുണാകര ഗുരുനാഥൻ. കലിയുഗനാഥൻ കാരുണ്യരൂപൻ ശ്രീകരുണാകര ഗുരുനാഥൻ. സദ്ഗുരുനാഥൻ സദ്വീക്ഷകൻ ഗുരുകരുണാകര ഇതിവര്യൻ. സദ്ഗുരുനാഥൻ സത്യദീക്ഷകൻ ഗുരുകരുണാകര ഇതിവര്യൻ. പ്രാർത്ഥനയാലേ പരിധിലിന്നായി പറയട്ടടിയനീ പാവന ചരിതം. പ്രാർത്ഥനയാലേ പരിധിലിന്നായി പറയട്ടടിയനീ പാവന ചരിതം. കലിയുഗനാഥൻ കാരുണ്യരൂപൻ ശ്രീകരുണാകര ഗുരുനാഥൻ. ലോകരക്ഷകനായ ഗുരുവിന്റെ പാവനചരിതം കേൾക്കുവാൻ ഭാഗ്യം കൈവന്ന ധന്യാത്മാക്കളെ, ആ കാണുന്ന പ്രശാന്ത സുന്ദരമായ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ല, അവിടെ ചേർത്തലുള്ള കരപ്പുറം എന്ന ഗ്രാമം. തോടുകളും പാടങ്ങളും പച്ചക്കുടനിവർത്തി നിൽക്കുന്ന തെങ്ങുകളും നിറഞ്ഞ പ്രശാന്ത സുന്ദരമായ ഗ്രാമം. ഒരു ഭാഗത്ത് വിലസി വിഹരിക്കുന്ന വെമ്പനാട്ടുകായൽ, മനോഹരമായ കായൽ തീരം, കുറെ പാവപ്പെട്ട മനുഷ്യരുടെ സ്വപ്ന ഭൂമിയാണ് ആ ഗ്രാമം. തൊണ്ടുതല്ലി ചകരിയാക്കി അതുകൊണ്ട് കയറി വിരിച്ച് ഉപജീവനം കഴിയുന്നൊരു ജനത. അവരുടെ ഉൾത്തുടിപ്പുകളും മോഹങ്ങളും മോഹഭങ്ങളും എല്ലാം ആ തൊഴിലിനെ ആശ്രയിച്ചിരിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും കഠിനമായി അധ്വാനിച്ച് അവരെല്ലാം അവരുടെ മാടങ്ങൾ ചേക്കേറി കഴിഞ്ഞു. എല്ലാവരും പൂർണ്ണ നിദ്രയിലാണ്. രാത്രിയുടെ 4-ാം യാമം. ഇടയ്ക്ക് ചീവീടുകളുടെ ശബ്ദം മാത്രം കേൾക്കാം. ആ നിശബ്ദതയ്ക്ക് ഭംഗം വയ്ക്കുന്ന മറ്റെന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, ദൂരെ എവിടെയോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ആരും ശബ്ദമുണ്ടാക്കലേ, എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ. അതെ, ഒരു പ്രാർത്ഥനാഗാനത്തിന്റെ അലയൊലിയാണത്. ദൈവമേ നീ കാത്തുകൊള്ളണം ഇന്നു ഞങ്ങളെ ഇച്ഛപോ. ദൈവമേ നീ കാത്തുകൊള്ളണം ഇന്നു ഞങ്ങളെ ഇച്ഛപോ. മറ്റൊരാശ്രയമില്ല നിത്യവും നിൻ കൃപ കൈനീകണേ. മറ്റൊരാശ്രയമില്ല നിത്യവും നിൻ കൃപ കൈനീകണേ. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ കൈവിടിയല്ലേ. എല്ലാം വിധി പോലെ നടക്കണേ. നീ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. കുഞ്ഞിനും തള്ളയ്ക്കുമെന്നും ഒരു കുഴപ്പവും വരാതെ സുഖപ്രസവം നടക്കണേ. കുറെ ആളുകൾ ഒരു കുടിലിന്റെ മുന്നിൽ കൂടി നൊന്ത് പ്രാർത്ഥിക്കുകയാണ്. ചന്ദ്രൂർ ഗ്രാമത്തിലെ ചിറ്റേക്കാട് വീടാണ് നാം കാണുന്നത്. അവിടെ ഒരു സ്ത്രീക്ക് പ്രസവ സമയം എടുത്തിരിക്കുന്നു. അവിടെ കൂടിയിരിക്കുന്നവരുടെ മനസ്സിൽ ഉത്കണ്ഠയുടെ വേലിയേറ്റം. ഇന്നത്തെ പോലെ കാറോ ആശുപത്രിയൊന്നും ഇല്ലാത്ത കാലം ഗ്രാമത്തിലെ വൈച്ചാട്ടിമാരാണ് പ്രസവം എടുക്കുന്നത്. ആശ്വാസത്തിനുള്ള ഏക വക അത് മാത്രമാണ്. എങ്കിലും എന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അവർ നൊന്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന നടക്കുന്നുവെങ്കിലും ആൾ ഇടയ്ക്ക് പരസ്പരം സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇത്ര താമസം എന്താ? നേരം പാതിരാ കഴിച്ചില്ല. പെട്ടെന്ന് വീടിന്റെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിലുയർന്നു. എല്ലാവരുടെയും മനസ്സിൽ സന്തോഷത്തിന്റെ വേദിയേറ്റു. അവിടെ നിന്ന ഒരു കാരണവർ പറഞ്ഞു, ഒന്ന് മാറിക്കേ. അദ്ദേഹം പഞ്ചാംഗം എടുത്തു നോക്കി. തന്നെ നക്ഷത്രം ചോദി തന്നെ ചോദി.
ചോതിയിൽ ജ്യോതി തെളിഞ്ഞു വന്നു ചിങ്ങച്ചോതിയിൽ ചേർത്തല ചന്തീരൂരിൽ. ചോതിയിൽ ജ്യോതി തെളിഞ്ഞു വന്നു ചിങ്ങച്ചോതിയിൽ ചേർത്തല ചന്തീരൂരിൽ. മണ്ണിരിൽ മർത്യനു രക്ഷ നൽകാൻ പിന്നില മർത്യത ഇന്നൊരു കാൽ. മണ്ണിരിൽ മർത്യനു രക്ഷ നൽകാൻ പിന്നില മർത്യത ഇന്നൊരു കാൽ. സ്നേഹമുള്ളവരെ, ഒരു ലോകഗുരുവിന്റെ ജന്മമാണ് നമ്മൾ കണ്ടത്. അരവിന്ദ് ഘോഷ് പ്രവചിച്ച അതിമാനസ തേജസ്, നോസ്ത്രദാമസ് പറഞ്ഞ ലോകരക്ഷകൻ, ക്രിസ്തുദേവൻ പറഞ്ഞ സത്യത്തിന്റെ ആത്മാവ്. 1102 ചിങ്ങത്തിലെ ചോതിയിൽ മന്വന്തരങ്ങളിലെ തെറ്റുതിരുത്തി മർത്തിനെ അമർത്തനാക്കുവാൻ സാധാരണക്കാരായ പാവങ്ങളുടെ ഇടയിൽ സംഭവിച്ച ചിത്രമാണ് നമ്മൾ കണ്ടത്. ശാന്തി എന്നറിയപ്പെടുന്ന ഗോവിന്ദനും കാർത്തിയായനിക്കും ആ ഭാഗ്യാതിരേകത്തിന് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം കൈവന്നു. പക്ഷേ ഇതൊന്നും അറിയാത്ത അച്ഛനോമയും പാവപ്പെട്ട ഗ്രാമീണരും സുഖപ്രസവം നടന്നതിൽ മാത്രം സന്തോഷം കൊണ്ട് മതി പറഞ്ഞു. കുഞ്ഞിനെ ചെന്ന് കണ്ട് ചില പറഞ്ഞു, നല്ല രംഗം പോകാലൊരു കുഞ്ഞ്. പെറ്റ ഉടനെ ഇത്ര ഐശ്വര്യം കുഞ്ഞിനുണ്ടാകുമോ? ആ, ദൈവം ജീവനാടെ കൊടുക്കട്ടെ. ഈ സമയം ഒന്നും അറിയാത്ത പോലെ എല്ലാം അറിയുന്ന കുഞ്ഞിന്റെ കണ്ണുകൾ വീടിന്റെ തെക്ക് ഭാഗത്ത് മങ്ങിക്കത്തും വിളക്കത്തിന് തെറിച്ചു. ആ ദീപത്തിൽ നോക്കി അവൻ എങ്ങനെ കിടന്നു. ചോതിയിൽ ജ്യോതി തെളിഞ്ഞു വന്നു ചിങ്ങച്ചോതിയിൽ ചേർത്തല ചന്തീരൂരിൽ. ജാതനായി നേരത്തു തന്നെ കണ്ടു ദിവ്യദീപ്തിയെഴുന്നൊരത്തിൽ പ്രകാശം. ആ പ്രകാശ വലയത്തിൽ നോക്കി അവൻ അങ്ങനെ കിടന്നു. അതാ മനസ്സിൽ എന്തെല്ലാമോ തെളിയിക്കുന്ന പോലെ തോന്നി. ആ ദീപം ആ മിഴികൾ കാണാതെ നൽകിയോ എന്തോ. ഈ സമയമെല്ലാം ആ അമ്മ താൻ ഗർഭിണിയായിരിക്കുമ്പോൾ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അന്നൊരു ദിവസം ഉച്ച കഴിഞ്ഞ സമയം. അങ്ങനെ ഓരോന്നാലോചിച്ച് ഉന്തി നിൽക്കുന്ന വയറിന്റെ ഭാരം താങ്ങാനാവാതെ ചെറ്റയിൽ ചാരി അവരങ്ങനെ ഇരുന്നു. പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടതുപോലെ. എന്നാൽ ഉള്ളിൽ നല്ല ബോധമുണ്ട്. ആരെല്ലാം ഓടി തന്റെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നി. ദേവകളാചാര്യരായിരമായിരം ചരയണഞ്ഞു വണങ്ങി നിന്നു. ദേവകളാചാര്യരായിരമായിരം ചരയണഞ്ഞു വണങ്ങി നിന്നു. ഇലയറിഞ്ഞില്ലതിൻ നീരാമാതാവ് ആദിവ്യദർശന ഭാവുകങ്ങൾ. ആദിവ്യദർശന ഭാവുകങ്ങൾ. ഇല്ലയറിഞ്ഞില്ലതിൻ നീരാമാതാവ് ആദിവ്യദർശന ഭാവുകങ്ങൾ. ആദിവ്യദർശന ഭാവുകങ്ങൾ. താൻ പടങ്ങളെല്ലാം കണ്ടിട്ടുള്ളതുപോലെ ദേവന്മാരും ദേവമാരും സന്യാസിമാരുമെല്ലാം തന്റെ അടുത്ത് വന്ന് അങ്ങനെ വണങ്ങി നിൽക്കുന്നു. ചിലർ 2 കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നു. മറ്റിലർ ഉന്തി നിൽക്കുന്ന വയറിനെ നോക്കി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു, ഭാവങ്ങൾ നേരുന്നു. പക്ഷേ അന്നോ അതിനു ശേഷമോ ഇതെന്താണെന്ന് ആമയ്ക്ക് മനസ്സിലായില്ല. കുറെ കാലം കഴിഞ്ഞപ്പോ അമ്മ ഇളയമോനോട് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എന്റെ സ്വാമി മോനെ ഗർഭിണിയായിരുന്നപ്പോ കുറെ ദേവന്മാരും സന്യാസിമാരും എല്ലാം വന്ന് എന്നെ വണങ്ങി അങ്ങനെ നിൽക്കും, എന്തോ ഒക്കെ കാണിക്കുകയും ചെയ്യും. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് പക്ഷെ നല്ല ബോധമുണ്ടായിരുന്നു. ശിശുവിന്റെ വലിമയെ കാണിക്കുന്ന ദിവ്യദർശനമാണ് താൻ കണ്ടതെന്ന് മനസ്സിലാക്കുവാൻ അത്രയ്ക്കുള്ള അറിവൊന്നും ആ മാതാവിന് അന്നുണ്ടായിരുന്നില്ല. പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിന്ന് കരഞ്ഞിട്ടുണ്ട്, പിന്നെ കരഞ്ഞിട്ടേയില്ല. ആളുകൾക്ക് അത്ഭുതമായിരുന്നു. അവർ പറയും, ചേടാ ഇങ്ങനെ ഒരു ജന്മമുണ്ട്, ജീവനുള്ള ഒരു കൊച്ച്, കരയത്വമില്ലേ? ഒരത്ഭുതം പോലെ അവർ ആ കുഞ്ഞിനെ നോക്കി നിന്നു. പെട്ടെന്നൊരു ദിവസം കുഞ്ഞിന് ബാലാരിഷ്ടകൾ പിടിപെട്ടു. ശരീരം മുഴുവൻ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. ദേഹം മുഴുവൻ പൊള്ളൽ വന്ന് കുമിളിച്ചു. വാഴയില വെട്ടി കുഞ്ഞിനെ അതിൽ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. ചുറ്റും ആളുകൾ നിൽപ്പുണ്ട്. ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പലരും കണ്ണിൽ നോക്കി. ചിലർ പറഞ്ഞു, ദൈവമേ, നല്ല ഒരു കുഞ്ഞ്, ഊര് കിട്ടാൻ പാടാണെന്ന് അതൊന്ന്. ആ അല്ലേലും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഭേദം പെട്ടെന്ന് അങ്ങ് വിളിക്കുക. ദിവസം 9 കുഞ്ഞ് ഒരേ കിടപ്പ് തന്നെ. കുഞ്ഞിന്റെ മുത്തശ്ശൻ കുളത്തിലിറങ്ങി കുളിച്ച് ഈരൻ വസ്ത്രത്തോടെ അവിടെ നിന്ന് നൊന്ത് പ്രാർത്ഥിക്കുകയാണ്.
ദൈവമേ നീ കാത്തുകൊള്ളണം ഇന്നു ഞങ്ങളെ ഇച്ഛപോ മറ്റൊരാശയമില്ല നിത്യവും നിൻ കൃപ കനിഞ്ഞേകണേ. ദൈവമേ, അങ്ങേ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തതേ. അവന്റെ ദീനം മാറ്റി ജീവിക്കാൻ അനുവദിക്കണേ. അല്ലെങ്കിൽ ഗദ്ഗതം മൂലം പിന്നെ വാക്കുകൾ പുറത്തു വന്നില്ല. കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധര ഒഴുകി. എന്താണ് ആ ശബ്ദം? അതാ ആ വീടിന്റെ മുറ്റത്ത് പൂർണ്ണ ഗർഭിണിയായ ഒരു പശുവിന് കിടക്കുന്നു. അത് കിടന്ന് പിടയ്ക്കുകയാണ്. ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവർ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ പശു കൈയും കാലും വിട്ടടിക്കുന്നു. അതാ പിടഞ്ഞു പിടഞ്ഞ് കൈയും കാലും വിട്ടടിച്ച് മരിച്ചു. ഏതാണ് പശു? ഞാൻ ഈ നാട് മുഴുവൻ കിടക്കണം, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പശുവിനെ അവരാരും അവിടെ കണ്ടിട്ടേയില്ല. ഏതെന്നറിയത്തുമില്ല അവർക്ക്. പക്ഷേ ആ സമയം മുഴുവനും ശരീരം മുഴുവൻ കുമിളിച്ച് വാഴയിലേക്ക് എടുത്തിരുന്ന ആ കുഞ്ഞിന്റെ അസുഖം കുറയാൻ തുടങ്ങി. പ്രസവിച്ചപ്പോൾ കരഞ്ഞതിന് ശേഷം ആ കുഞ്ഞ് വീണ്ടും ഒന്ന് കരഞ്ഞു. അസുഖം പെട്ടെന്ന് മാറി. മാസങ്ങൾ പലത് കടന്നുപോയി. പൂർണ്ണചന്ദ്രനെ പോലെ അവൻ എങ്ങനെ വളർന്നു. മാതാപിതാക്കൾ അവനെ നാമകരണം ചെയ്തു കരുണാകരൻ. ഓമനിച്ച് കരണം കുഞ്ഞ് എന്ന് വിളിക്കും. സത്യത്തിൽ ആ തങ്കക്കുടത്തിന്റെ മുഖത്ത് നോക്കി കരുണാകരായൻ തികച്ചു വിളിക്കാൻ ആരും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കരണം കുഞ്ഞ് എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു ഉൾപ്പുളകം പോലെ. അപ്രതീക്ഷിതമായി പെട്ടെന്നുള്ള അസുഖം നിമിത്തം കരണം കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു. പറക്കമുറ്റാത്ത ആ കുഞ്ഞിനെയും നിഷ്കളങ്കയായ മാതാവിനെയും തനിച്ചാക്കി ആ പിതാവ് എന്നേക്കുമായി യാത്ര പറഞ്ഞു ഈ ഭൂമിയോട്. പാവപ്പെട്ട ആ കുടുംബത്തിനേറ്റ വലിയൊരാഘാതമായിരുന്നു അത്. അച്ഛനെ കണ്ട ഓർമ്മ പോലും കരണകുഞ്ഞിനില്ല. അച്ഛൻ നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ വളർത്താൻ അമ്മ വല്ലാതെ വിഷമിച്ചു. വിശന്ന് തളർന്നു നിൽക്കുന്ന ആ കുഞ്ഞിനെ മാറോട് ചേർത്തണച്ച് ആ കുറുനിരകൾ തലോടിക്കൊണ്ട് ആ അമ്മ താരാട്ട് പാടി ഉറക്കും. അവനെ കണ്ടാലോ ആരും ഒന്ന് വാരിയെടുത്തു പോകും. നല്ല തങ്കത്തിന്റെ നിറം, നീണ്ടു നിവർന്നു കിടക്കുന്ന മുടിയിടകൾ, കെട്ടുവെക്കാൻ മാത്രം നീളമുള്ള മനോഹരമായ മുടിയിടകൾ അങ്ങനെ കിടന്ന് ആടുകയാണ്. ചന്ദ്രബിംബം പോലുള്ള മുഖകാന്തി, ആരും നോക്കി നിൽക്കുന്ന അഴക്, കാലിൽ തളയുമിട്ട് കിലുക്കി കിലുക്കി കഴുത്തിലൊരു മാലയും ചാർത്തി കാതിൽ രണ്ട് കടുക്കനുമിട്ട കുട്ടിക്കുടുക്ക തുള്ളിച്ചാട് വരുന്ന കണ്ടാൽ തങ്കം താനേ തഴുകിയൊരുക്കിയ തിങ്കൾ കലപോലാഗാത്രം, തങ്കം താനേ തഴുകിയൊരുക്കിയ തിങ്കൾ കലപോലാഗാത്രം, കേശം കോമള ലക്ഷണ നേത്രം അമ്പിളിതാനേ വരവായോ, കേശം കോമള ലക്ഷണ നേത്രം അമ്പിളിതാനേ വരവായോ, അമ്പിളിതാനേ വരവായോ, അമ്പിളിതാനേ വരവായോ, അമ്പിളിതാനേ വരവായോ. അമ്പിളിക്കുട്ടൻ തുള്ളിച്ചാട് വരുന്ന പോലെ തോന്നും.
ആര് കണ്ടാലും ഓടിച്ചെന്ന് വാരിയെടുത്തൊരു മുത്തം കൊടുക്കും. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ നമ്മുടെ കരണം കുഞ്ഞ് അതെല്ലാം ഒഴിഞ്ഞു മാറി ഏകാന്തതയുടെ ആകാശത്ത് നോക്കി അങ്ങനെ ഇരിക്കും. എത്ര സമയം ഇരിക്കുമെന്ന് അവന് പോലും അറിഞ്ഞുകൂടാ. വിശാലമായ വയലും ആ വയലിന് വെള്ളിയെരിഞ്ഞാണം ചാർത്തുന്ന തോടും അതിനപ്പുറത്തെ കായലും അതിലൂടെ തുഴഞ്ഞു പോകുന്ന തോണിക്കാരുമെല്ലാം ആ മനോമുകുരത്തിൽ മായാത്ത മുദ്രകൾ ചാർത്തി. വേമ്പനാട്ടുകായലിലെ ഓളവും ആകാശ വീതിയിൽ നീങ്ങുന്ന കുഞ്ഞലയും വേമ്പനാട്ടുകായലിലെ ഓളവും ആകാശ വീതിയിൽ നീങ്ങുന്ന കുഞ്ഞലയും മറ്റൊരു ചക്രവാളമായി തെളിഞ്ഞു പാടി വിളിച്ചിത കുഞ്ഞുമനം മറ്റൊരു ചക്രവാളമായി തെളിഞ്ഞു പാടി വിളിച്ചിത കുഞ്ഞുമനം. ഉദയവും അസ്തമയവും ആകാശം തൊട്ടുകിടക്കുന്ന കായലും അതിന് മുകളിലൂടെ പറന്നു പോകുന്ന വെള്ളിയിലകളുമെല്ലാം ആ മനസ്സിൽ മറ്റേതോ ചക്രവാളങ്ങൾ സൃഷ്ടിച്ചു. ആ മനസ്സ് അവിടെയെല്ലാം പാറി നടന്നു. കരണകുഞ്ഞ് 3 നേരവും കുളിക്കും. നല്ല വൃത്തിയുള്ള പ്രകൃതം, വൃത്തിയുള്ള ആഹാരമാണെങ്കിൽ മാത്രം കഴിക്കും. ഏതെങ്കിലും ഒരു പ്രവൃത്തി ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിയായ ശ്രദ്ധ. പിന്നെ അതിൽ നിന്ന് വേർതിരിക്കാൻ ആർക്ക് വിചാരിച്ചാൽ സാധ്യമല്ല. ആരോടും ഒരു പരാതിയുമില്ല, ഒരു പരിഭവുമില്ല. എങ്കിലും ആരോടും മിണ്ടാത്ത പ്രകൃതം. പലർക്കും സംശയം നമ്മുടെ കരണകുഞ്ഞ് ഊമയാണ്. എന്നാൽ ആ കുഞ്ഞിന് അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഓർമ്മ വെച്ച കാലം മുതൽ ഉള്ളു മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മാനുഷിക രൂപത്തിലുള്ള ഒരു പ്രകാശം 1000 കോടി സൂര്യനുദിച്ചതുപോലെ ഒരു സാങ്കലപ്തിയിൽ ഓമനത്തിങ്കളോ ഒരു മഞ്ഞു തുള്ളിയിൽ ആദിത്യനോ ഒരു സാങ്കലപ്തിയിൽ ഓമനത്തിങ്കളോ ഒരു മഞ്ഞു തുള്ളിയിൽ ആദിത്യനോ ഒരു കോടിയമ്പര ചുംബിയാം താരമോ ഓമനിച്ചാമനം തിങ്ങി വിങ്ങി ഒരു കോടിയമ്പര ചുംബിയാം താരമോ ഓമനിച്ചാമനം തിങ്ങി വിങ്ങി. ആ തേജോരൂപം പറഞ്ഞു കൊടുക്കുന്നു മാത്രമേ കരണകുഞ്ഞിന് സംസാരമായി പുറത്തു വരികയുള്ളൂ. സത്യത്തിൽ കരണകുഞ്ഞ് ഒരു മൈക്ക് പോലെ പ്രവർത്തിച്ചു. ചിലത് ശരി, ചിലത് തെറ്റ്, അല്ലെങ്കിൽ അങ്ങനെയാവാം, അത് ചെയ്യരുത് എന്നൊക്കെയുള്ള ചുരുക്കം ചില വാക്കുകൾ മാത്രമേ ആ കുഞ്ഞിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നുള്ളൂ. ഇതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഉള്ളിൽ ഏതോ തേജോരൂപം ഇരുന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് ആ കുഞ്ഞ് അന്ന് കരുതിയിരുന്നത്. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. കുഞ്ഞിന് വയസ്സഞ്ചായി. ഒരു വിജയദശമി കാലം. അമ്മമ്മ കൊച്ചുമകനെയും കൊണ്ട് അടുത്തുള്ള കുടുംബക്ഷേത്രത്തിൽ തൊഴാനെത്തി. കുട്ടി ക്ഷേത്രത്തിന് മുന്നിലെത്തി. അവൻ ഭക്തപരവശനായി, ലയനസാന്ദ്രനായി അങ്ങനെ നിന്നു. പെട്ടെന്ന് അവന്റെ മനസ്സിലൊരു തോന്നൽ. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം എന്ന് പറയാനായി നാവനക്കിയതും പെട്ടെന്നൊരു അശരീരിയുണ്ടായി. ഇവർ മുട്ടാളന്മാരാണ്, ഇവരോട് വിവരം പറയരുത്. എവിടെ നിന്നാണ് ഈ ശബ്ദം? അവനൊന്നും മനസ്സിലായില്ല. ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൂടെ നടന്നു, ഏതോ ഇച്ഛയുടെ പൂർത്തീകരണത്തിനെന്ന പോലെ. അക്കാലത്ത് കുഞ്ഞിന്റെ മനസ്സിൽ അതിയായൊരു മോഹം അങ്കുരിച്ചു. ഒരു സന്യാസിയാവണം. അതങ്ങനെ കൊണ്ടുവരും മനസ്സിലേക്ക്. അതെ, ഒരു സന്യാസിയായി. ചിലപ്പോ ആ ഭാവങ്ങളെല്ലാം അവനിൽ കടന്നു വരും. സന്യാസിമാർ ധരിക്കുന്ന പോലെ മാലയെല്ലാം ധരിച്ച് അവൻ അങ്ങനെ നടക്കും. അതിൽ മുഴുകി അവൻ അങ്ങനെ നടക്കും. നമ്മുടെ കരണകുഞ്ഞിന് വയസ്സ് 10 ആയി. അച്ഛനില്ലാത്ത കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ
ആ കുരുന്ന് ഹൃദയത്തിൽ വേദന സൃഷ്ടിച്ചു. അമ്മ തന്നെ വളർത്താൻ പാടുപെടുന്ന കാണുമ്പോൾ ആ കുരുന്ന് ഹൃദയം തെങ്ങും. അപ്പോഴവൻ തന്റെ അമ്മയുടെ മുഖം മാത്രമല്ല, ഇതുപോലെ വേദന തിന്നുന്ന അനേകം അമ്മമാരുടെ മുഖം കാണും. ദൈവമേ, ഇതുപോലെ വേദന അനുഭവിക്കുന്ന എത്രയോ അമ്മമാർ ഈ ലോകത്തുണ്ട്. അവരെല്ലാം എന്റെ അമ്മയെപ്പോലെ തന്നെയല്ലേ? ആ കുടുംബങ്ങളെല്ലാം എന്റെ കുടുംബം പോലെ തന്നെയല്ലേ? ആ പിഞ്ച് ഹൃദയം തേങ്ങി. ലോകമെൻ തറവാടിൻ നൊമ്പരം കാണുന്നൻ മാതാവിൻ തേങ്ങലിൽ രക്ഷ ജീവാ. ലോകമെൻ തറവാടിൻ നൊമ്പരം കാണുന്നൻ മാതാവിൻ തേങ്ങലിൽ രക്ഷ ജീവാ. മാടി വിളിക്കുന്നി ആയിരം അമ്മമാർ മാനസം വെമ്പുന്ന തേങ്ങൽ തീർക്കാൻ. മാടി വിളിക്കുന്നു ആയിരം അമ്മമാർ മാനസം വെമ്പുന്ന തേങ്ങൽ തീർക്കാൻ. ഒരു ദിവസം അമ്മാവൻ അമ്മയെ വിളിച്ചു. കാർത്യായനി. എന്തോ? ആ, നിന്നോടൊരു കാര്യം പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. നിനക്ക് അധികം പ്രായമൊന്നും ആയില്ലല്ലോ. ഇനി നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണ്ട. നിന്നെ ഞാൻ ഒരു വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് ഒരു ഉള്ളുള്ളി എന്ന പോലെ കണ്ണൻകുഞ്ഞ് പറഞ്ഞു, അമ്മാവാ, അമ്മാവാ, അമ്മയെ വേറെ കല്യാണം കഴിപ്പിക്കല്ലേ, അമ്മയെ വേറെ കല്യാണം കഴിപ്പിക്കല്ലേ. ആ അമ്മയും പറഞ്ഞു, ഇനി എനിക്ക് മറ്റൊരു വിവാഹം വേണ്ട. ഞാൻ ഇവനെ നോക്കി ഇങ്ങനെ കഴിഞ്ഞുകൊള്ളാം. ഞാനും എന്റെ മകനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പക്ഷേ ആ ഉഗ്രശാസ്ത്രത്തിന് മുന്നിൽ അതൊന്നും വിലപ്പോയില്ല. ഒരു പ്രഭാതത്തിൽ വീണ്ടും വിവാഹം നടന്നു. രണ്ടാനച്ഛൻ ശരിക്കും മദ്യപിക്കും. മദ്യപിച്ച് വീട്ടിൽ വന്നാൽ ബഹളമുണ്ടാക്കും. ആ അന്തരീക്ഷം കരണകുഞ്ഞിനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ ബാലഹൃദയം ഇതിലെല്ലാം വളരെ വേദനിച്ചു. ഒരു ഓണക്കാലം, എങ്ങും ഉത്സവത്തിന്റെ ലഹരിയാണ്. അന്ന് ഇന്നത്തെ പോലെയൊന്നുമല്ല. ഓണം എന്ന് പറഞ്ഞാൽ വലിയ വിശേഷമാണ്. കുട്ടികൾ ഓണക്കോടികളെല്ലാം ധരിച്ച് പൂമ്പാറ്റകൾ പോലെ അങ്ങനെ ഓടി നടക്കും. ഒരു വശത്ത് തുമ്പിതുള്ളൽ. എന്താകും വീതുള്ളാത്തോ പൂത്തും വീതുള്ളാത്തോ, എന്താകും വീതുള്ളാത്തോ പൂത്തും വീതുള്ളാത്തോ. തെങ്ങിൻ ബുക്കിലെ പോരാഞ്ഞിട്ടോ കവിൻ ബുക്കിലെ പോരാഞ്ഞിട്ടോ, തെങ്ങിൻ ബുക്കിലെ പോരാഞ്ഞിട്ടോ കവിൻ ബുക്കിലെ പോരാഞ്ഞിട്ടോ. എന്താകും വീതുള്ളാത്തോ പൂത്തും വീതുള്ളാത്തോ. ഒരു ഭാഗത്ത് ഓണപ്പാട്ടുകൾ. വീതുള്ളാത്തോ പൂത്തും വീതുള്ളാത്തോ. മാവേലി നാടു വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നാടു വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കു പൊട്ടില്ലതാനും. ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കു പൊട്ടില്ലതാനും. വീട്ടിലെ കഷ്ടപ്പാടുകൾ മൂലം നമ്മുടെ കരണം കുഞ്ഞ് റാട്ട് കറക്കാൻ പോയി. കുറച്ച് പൈസ ഉണ്ടാക്കി. അതുകൊണ്ട് ഒരു മുസ്ലിമിനോട് ചുറ്റിക്കൂടി. വീട്ടിൽ തനിക്കും അമ്മയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഓണക്കോടികൾ വാങ്ങി. അമ്മയ്ക്ക് വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, അമ്മ സ്നേഹമൂർത്തിയാണല്ലോ. ഈ സമയത്താണ് അനന്തപുരം വീട്ടിൽ നിന്നൊരു മാല മോഷണം പോയത്. അനന്തപുരം വീട്ടുകാർ ധനവാന്മാരാണ്. ധനഞ്ജയൻ കരണകുഞ്ഞിന്റെ കൂട്ടുകാരനും. ആ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യമുള്ളത് കരണകുഞ്ഞൻ മാത്രമാണ്. സ്വാഭാവികമായി ആരും തെറ്റിദ്ധരിച്ചു പോകും കരണകുഞ്ഞാണ് മാല മോഷ്ടിച്ചതെന്ന്. എന്നാൽ അനന്തപുരം വീട്ടുകാരാകട്ടെ കരണകുഞ്ഞിനെ അറിയുന്ന ആരുമാകട്ടെ ആ ബാലിനെ സംശയിച്ചില്ല. കാരണം തേങ്ങാക്കാരന്റെ പൈസ കളഞ്ഞു കിട്ടിയപ്പോ കരണകുഞ്ഞ് അത് തിരികെ ഏൽപ്പിച്ചതാണ്. എന്നാൽ കരണകുഞ്ഞിന് അനന്തപുരം വീടിനുള്ള സ്നേഹവും ആ വീട്ടുകാർക്ക് ആ ബാലിനുള്ള വാത്സര്യവും ഒരു പെൺകുട്ടിയിൽ അസൂയ വളർത്തി. അവൾ പറഞ്ഞു നടന്നു കരണകുഞ്ഞാണ് മാല മോഷ്ടിച്ചതെന്ന്. ആരും തന്നെ അത് വിശ്വസിച്ചില്ല കേട്ടോ. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ മണ്ണ് കിളച്ചെടുത്ത് മാല കിട്ടിയപ്പോ അവൾ തന്നെ പറഞ്ഞിടക്കേണ്ടി വന്നു ഞാനെന്ന് വെറുതെ പറഞ്ഞാണെന്ന്. എങ്കിലും
വീട്ടിലെ ചുറ്റുപാടുകൾ കരണകുഞ്ഞിന് വല്ലാതെ വിഷമമുണ്ടാക്കി. രണ്ടാനച്ഛൻ കുടിച്ചു വന്ന് ബഹളമുണ്ടാക്കും. കരണകുഞ്ഞിനൊന്നും പറയാറില്ല. എങ്കിലും അമ്മയുടെ ദുഃഖം കാണുമ്പോൾ ആ പിഞ്ചു ഹൃദയം വേദന കൊണ്ട് പിടയും. എന്നാൽ പതിവിന് വിപരീതമായി ഒരു ദിവസം അച്ഛൻ കുടിച്ച് മതോന്മത്തനായി വീട്ടു വന്നു. അന്ന് നമ്മുടെ കരണകുഞ്ഞിനെയും ചീത്ത പറഞ്ഞു. ആ ബാലഹൃദയം വേദന കൊണ്ട് തേങ്ങി. അവൻ രാത്രി വീടുവിട്ടിറങ്ങി. അടുത്തുള്ള ഭജനോടത്ത് നിന്നയിൽ പോയി കിടന്നു. ദൈവമേ, എനിക്കാരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുന്നില്ലോ. ആ മനസ്സ് വേദന കൊണ്ട് പിടഞ്ഞു. തലയ്ക്കുമീതയായി ശൂന്യാകാശം, താഴെയായി ഭൂമി ഇരുളു മാത്രം. തലയ്ക്കുമീതയായി ശൂന്യാകാശം, താഴെയായി ഭൂമി ഇരുളു മാത്രം. താങ്ങിനായച്ചനോ തണലേകാനമ്മയോ, താങ്ങിനായച്ചനോ തണലേകാനമ്മയോ, തുണയായി ബന്ധുക്കളാരുമില്ല. മുന്നിൽ വിജനമാം വീതിയിൽ വിഷമുള്ളുകൾ. തലയ്ക്ക് മീതെ ആകാശവും താഴെ ഭൂമിയും മാത്രം. പെട്ടെന്ന് ആ ബാലഹൃദയത്തിൽ കാലങ്ങളായി സൂക്ഷിച്ചു വന്നിരുന്ന പഴയ ആഗ്രഹം ചെറുകടിച്ച് പറന്നു. ഒരു സന്യാസിയാവണം, എങ്ങോട്ടെങ്കിലും പോകണം. നിന്റെ വഴി തെരഞ്ഞെടുക്കുക സമയമായിരിക്കുന്നു എന്ന് ഉള്ളിൽ ആരും വിളിക്കുന്നതെന്ന് പോലെ തോന്നി. അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു. തന്റെ അമ്മയെപ്പോലെ വേദന അനുഭവിക്കുന്ന ആയിരക്കണക്കിന് അമ്മമാരെ രക്ഷിക്കാൻ, തന്റെ കുടുംബത്തെപ്പോലെ വേദന അനുഭവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കണം. ആ ബാലഹൃദയം വെമ്പൽ കൊണ്ടു. നക്ഷത്രക്കൂട്ടങ്ങൾ തനിക്ക് സ്വാഗതമേകുന്നു. ലോകമിതാ തന്നെ മാടി വിളിക്കുന്നു. രഥമണയാനൊരു രഥയൊരുക്കാൻ ആരോ മാടി വിളിക്കുന്നു. രഥമണയാനൊരു രഥയൊരുക്കാൻ ആരോ മാടി വിളിക്കുന്നു. അറിവിയലാൻ അറിവുലകിന്നേകാൻ ദൈവം വിത്തുവിതയ്ക്കുന്നു. അറിവിയലാൻ അറിവുലകിന്നേകാൻ ദൈവം വിത്തുവിതയ്ക്കുന്നു. രഥമണയാനൊരു രഥയൊരുക്കാൻ ആരോ മാടി വിളിക്കുന്നു. അനന്തമായ ലോകത്തിലേക്ക് ആരോരുമില്ലാതെ ഏകാഗായി ഇറങ്ങിപ്പോവുക, അതൊരു ദൃഢനിശ്ചയമായിരുന്നു. പിറ്റേന്ന് പ്രഭാതമായി. കണ്ണുകുഞ്ഞ് നിലത്തെടുത്ത് പിടിപ്പിച്ച കുമാരൻപിള്ളി ആശാന്റെ അടുത്തിരുന്നു. എന്താ കണ്ണകുഞ്ഞെ ഇത്ര രാവിലെ ഇങ്ങോട്ടൊക്കെ? ആശാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ മുഖവര് വേണോ കണ്ണകുഞ്ഞെ? എനിക്കറിയാം ആശാനെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആശാൻ എന്നെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ കൊണ്ടാക്കണം, ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ കൊണ്ടാക്കണം. എനിക്ക് ഈ ജീവിതം മടുത്തു ആശാനെ, എന്നെ ഏതെങ്കിലും ആശ്രമത്തിൽ കൊണ്ടാക്കുക. കുമാരൻപിള്ളി ആശാൻ കുറച്ചു സമയം മൗനമായി നിന്നു. കാരണം സാധാരണ ഒരു കുട്ടിയിൽ ദർശിക്കാൻ കഴിയാത്ത പലതും ആശാൻ ആ കുട്ടിയിൽ നേരത്തെ തന്നെ കണ്ടിരുന്നു. അവന്റെ ഓരോ ചലനങ്ങളും ഇനി മുമ്പ് തന്നെ ആശാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. ആ കുട്ടിയിൽ ഒരു ദൈവനിശ്ചയം അദ്ദേഹം കണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അരൂർ കൃഷ്ണപിള്ള എന്ന ആളെയും കൂട്ടി ആശാൻ കരണകുഞ്ഞിന് മട്ടാഞ്ചേരി ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ട്രെയിൻ കയറ്റിവിട്ടു. ആശ്രമം തേടിയുള്ള യാത്ര. യാത്ര ഇതു യാത്ര, ജൈത്രയാത്ര ഇതു യാത്ര. യാത്ര ഇതു യാത്ര, ജൈത്രയാത്ര ഇതു യാത്ര. മാനവ ജീവൻ ഉൾക്കൊടിപ്പേകാൻ വന്ന മഹാഗുരുവിൻ യാത്ര ഇതു യാത്ര, ജൈത്രയാത്ര.
യാത്ര ഇതു യാത്ര ജൈത്രയാത്ര ഇതു യാത്ര ബ്രഹ്മമണഞ്ഞു തിരന്തരമായൊരു കർമ്മകേദാരത്തിൽ യാത്ര ജൈത്രയാത്ര ഇതു യാത്ര യാത്ര ഇതു യാത്ര ജൈത്രയാത്ര ഇതു യാത്ര. സന്യാസിയാവാൻ വേണ്ടി ഒരു 14 വയസ്സുകാരൻ്റെ യാത്ര. ദൈവം മാത്രമേ കൂട്ടായുള്ളൂ. എങ്ങോട്ട് പോകണമെന്ന് ലക്ഷ്യമില്ലാതെ പട്ടിണിയും ദുഃഖവും വേദനയും സൃഷ്ടിച്ച ലോകത്ത് നിന്ന് അതിനേക്കാൾ വേദനാപൂർണമായ മറ്റൊരു ലോകത്തേക്കുള്ള ഒരു മഹാത്മാവിന്റെ പ്രയാണം. മന്നന്തരത്തിന്റെ തെറ്റിരുത്തുവാൻ ഗതിയില്ലാതെ എരയുന്ന അനേകം ആത്മാക്കളെ രക്ഷിക്കുവാൻ ഒരു ലോകരക്ഷകന്റെ യാത്ര. തീവണ്ടിയുടെ ഇരമ്പലിൽ ആ നിശ്വാസങ്ങൾ അലിഞ്ഞേർന്നു. വണ്ടി നിന്നു. ആലുവ റെയിൽവേ സ്റ്റേഷൻ. കുട്ടി അവിടെ ഇറങ്ങി. പലരോടും ചോദിച്ചു. ആലുവ ആഗമാനന്ദാശ്രമം കണ്ടെത്തി. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ കുട്ടികളെ ആരും നിർത്തില്ലെന്ന്. താനിനി എങ്ങോട്ട് പോകും? ഒരെത്തും പിടിയുമില്ല. എങ്ങോട്ട് പോകണമെന്നറിയാതെ ആ ബാലൻ അങ്ങനെ നടന്നു. നടന്ന് ചൊവ്വര എന്ന സ്ഥലത്തെത്തി. അതാ അകലെ നിന്ന് ഒരു ഫക്കീർ വസ്ത്രധാരി നടന്നു വരുന്നു. കരണകുഞ്ഞിനെ കണ്ട് അദ്ദേഹം നിന്നു. ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. തന്റെ മുന്നിൽ നിൽക്കുന്ന ആ കൊച്ചു ബാലൻ ആരാണെന്ന് സത്യം മനസ്സിലാക്കിയ പോലെ അദ്ദേഹം ചോദിച്ചു, വിഷമിച്ചുവല്ലേ? സാരമില്ല, ഇനി എല്ലാം ആയിക്കോളും എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നുപോയി. കരണകുഞ്ഞ് നടന്ന് ആലുവ അദ്വൈതാശ്രമത്തിലെത്തി. സെക്രട്ടറി ചെന്ന് കണ്ട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. അവിടെ നിൽക്കുന്ന കാര്യത്തിൽ സെക്രട്ടറി ഇഷ്ടം പ്രകടിപ്പിച്ചില്ല. എന്നാൽ ആ സമയത്ത് അന്നത്തെ ശിവഗിരി മഠാധിപതി ശങ്കരാനന്ദ സ്വാമികൾ അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കുലീനത്വവും നിഷ്കളങ്കയും കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, അവനവിടെ നിന്നോട്ടെ. കരണകുഞ്ഞിന്റെ ജീവിതത്തിലെ മറ്റൊരു അധ്യായം തുറക്കുകയായിരുന്നു. ആശ്രമ ചിട്ടകളൊന്നും അറിയില്ല. വെളുപ്പിന് 4 മണിക്ക് മരം കോച്ച് തണുപ്പത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ആശ്രമകാര്യങ്ങൾ പങ്കെടുക്കും. ഒറ്റപ്പെട്ട ജീവിതം. താൻ കൂടുതൽ ഏകനായിരുന്നു അദ്ദേഹം. അവിടെ മറ്റൊരു കരുണാകരനുണ്ടായിരുന്നു. അയാൾക്ക് കരണകുഞ്ഞിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ നുണകൾ പറയും. ഇത് കേട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കും. പക്ഷേ അതെല്ലാം മൗനമായി സഹിച്ചുകൊണ്ട് ആ ജീവിതം മുന്നോട്ട് നീങ്ങി. കരണകുഞ്ഞ് ശിവഗിരിയിലേക്ക് മാറ്റപ്പെട്ടു. ശിവഗിരിയിൽ ശാരദാമഠവും സമാധിയും വൃത്തിയാക്കുക, പൂക്കൾ പറിക്കുക, ഇതൊക്കെയായിരുന്നു അക്കാലത്തെ പ്രധാന ജോലികൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും കൊച്ചുശാന്തി എന്ന് വിളിച്ചു. ശിവഗിരിയിലെ ജീവിതം സംഘർഷഭരിതമായിരുന്നു. വേദനിച്ച് അത് മുന്നോട്ട് നീങ്ങി. അപ്പോഴും കൊച്ചുശാന്തി തന്റെ തീവ്രമായ അന്വേഷണത്വരയിലായിരുന്നു. എന്തായിരുന്നു 9 വയസ്സുവരെയും തന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ആ രൂപം? അതെന്താണ് ദൈവമേ? ഓർമ്മ വെച്ചൊരു നാളു മുതൽ ചൈതന്യമേ, ഓർമ്മ വെച്ചൊരു നാളു മുതൽ ചൈതന്യമേ, തീ പുണരുമിക്കാരും സാഗര തീരം പുൽകിടാൻ കൂട്ടേകിടും. തീ പുണരുമിക്കാരും സാഗര തീരം പുൽകിടാൻ കൂട്ടേകിടും. ഓർമ്മ വെച്ചൊരു നാളു മുതൽ വിങ്ങി വിങ്ങുന്ന ചൈതന്യമേ. ഒരു ദിവസം 21 വർഷക്കാലം ബനാറസ് സർവകലാശാലയിൽ വേദാന്തവും തർക്കശാസ്ത്രവും ഒക്കെ പഠിക്കുകയും ചെയ്ത ആഗമാനന്ദന് ബ്രഹ്മസൂത്രവും പകർന്നു കൊടുത്ത ജഗദീശാനന്ദ സ്വാമികൾ ശിവഗിരിയിലെത്തി. കുട്ടിക്ക് സമാധാനമായി, സന്തോഷം തോന്നി. അവൻ ആ മഹാത്മാവിനോട് തന്റെ ചെറിയ കാലത്തെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. സ്വാമി, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ ചെറുപ്പകാലത്ത് എന്റെ ഉള്ളിൽ പ്രകാശരൂപത്തിലുള്ള ഒരു മനുഷ്യരൂപം ഇരുന്നുകൊണ്ട്
ചിലതൊക്കെ പറഞ്ഞു തരും. അതെല്ലാവരിലും ഉണ്ടെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്താണ് സ്വാമി അത്? ഒന്ന് പറഞ്ഞു തരാമോ സ്വാമി? കുഞ്ഞെ, നിന്നെപ്പോലെ ഒരു അനുഭവശാലിയെ എന്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിന്നിൽ നിന്നാണ് ഇത്തരം ഒരു അനുഭവത്തെക്കുറിച്ച് തന്നെ കേൾക്കുന്നത്. അതാരാണ് സ്വാമി? പറയാം കുഞ്ഞെ, പറയാം. ഞാൻ കാശിയിലൊക്കെ സഞ്ചരിക്കുന്ന കാലത്ത് ഡോക്ടർ ശിവാനന്ദൻ എന്നൊരാൾ 12 കൊല്ലം ആ കുടിൽ ഭിക്ഷ എടുത്തു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കാലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ജീർണിച്ച് വഴിയിലൂടെ നിരങ്ങുന്ന കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആശുപത്രിയിലായി ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി. ആ സന്ദർഭത്തിൽ ഇങ്ങനൊരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു ചന്ദനത്തിരി വെളിച്ചം പോലും കിട്ടാൻ ഭാഗ്യമില്ലാത്ത എനിക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ പറയാൻ കഴിയും കുഞ്ഞേ? ഞാൻ അശക്തനാണിത് പറയാൻ. കുട്ടിക്ക് നിരാശയായി. എങ്കിലും അന്വേഷണം തുടർന്നു. കൗമാരപ്രായം കഴിഞ്ഞ കൊച്ചുശാന്തിയെ കണ്ടാൽ ആര് വന്ന് നോക്കി നിന്നു പോകും. ബ്രഹ്മചര്യത്തിന്റെ തേജസ് ആ മുഖത്ത് സ്ഫുരിച്ചു നിന്നു. ആരെയും മോഹിപ്പിക്കുന്ന കുലീനത, ആരെയും ആകർഷിപ്പിക്കുന്ന ശാന്തഗംഭീരത. ശിവഗിരിക്കടുത്തുള്ള ഒരു പെൺകുട്ടി ശാന്തി എന്ന് ഗൂഢമായി സ്നേഹിച്ചു. അവൾ ആ മനോമുഗ്രത്തിൽ അനേകം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. ആ പെൺകുട്ടിയാണെന്നറിയണ്ടേ? പ്രതാപിയും ധനവാനുമായിരുന്ന ഗംഗാധരൻ മുതലാളിയുടെ സഹോദരി പുത്രി ചെല്ലമ്മ. ആധ്യാത്മിക നിശ്ചയ അധിഷ്ഠിതമായിരുന്ന ആ തപോധന മനസ്സിലാക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കാണ് കഴിയുക? സൂര്യനിൽ നിന്നും പ്രവഹിക്കുന്ന കിരണങ്ങൾ പോലെ, എല്ലാറ്റെയും തടുക്കുന്ന മന്ദമാരുതൻ പോലെ ആ സ്നേഹം ഒരിടത്തും തങ്ങാതെ എല്ലാവരിലും ഒരുപോലെ വ്യാപിച്ചിരുന്നു. സ്നേഹം കവിഞ്ഞു കവിഞ്ഞൊഴുകിയ ആദിത്യ ശോഭ പരന്ന പോലെ, സ്നേഹം കനിഞ്ഞു കവിഞ്ഞൊഴുകിയ ആദിത്യ ശോഭ പരന്ന പോലെ, ഇല്ലാത്തടഞ്ഞില്ലൊരിക്കലുമൊന്നിലു നീലേ തഴുകുന്ന മാരുതൻ പോ, ഇല്ലാത്തടഞ്ഞില്ലൊരിക്കലുമൊന്നിലു നീലേ തഴുകുന്ന മാരുതൻ പോ. പെൺകുട്ടിയുടെ അടുപ്പം ഒരു സഹോദരിയുടെ സ്നേഹം പോലെ അദ്ദേഹം കരുതി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശാന്തിയുടെ അടുത്ത് ആ പെൺകുട്ടി വന്നു. ആൾ പറഞ്ഞു, ശാന്തി, ശാന്തി, ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്താണ്? മനമാകവേ നിറയുന്നു നീ, മനമാകവേ നിറയുന്നു നീ, എൻ മുന്നിലാരാധ്യ ജീവേശ്വര, ഒരു കോടി സ്വപ്നം നെയ്യാൻ ഒരുമിച്ച ജീവിതം പങ്കുവയ്ക്കാം, ഒരു കോടി പങ്കുവയ്ക്കാം. സന്യാസം ആത്മനിഷ്ഠമായ മനസ്സിൽ കളങ്കത്തിന്റെ വിത്ത് വിതറാൻ പൈശാചികത്വം സ്ത്രീരൂപം കൊണ്ടു നിൽക്കുന്നു. ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രലോഭനങ്ങൾ. വിശ്വാമിത്രനെയും ബുദ്ധനെയും തെറ്റിക്കാൻ നോക്കിയ ദുർദേവത അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ചു. കണ്ണുകൾ തീഷ്ണമായി, മുഖം രക്തവർണ്ണമായി, പല്ല് ചരിച്ചു. മുറ്റമടിച്ചുകൊണ്ടിരുന്ന അവളുടെ കയ്യിലും ചൂരി പിടിച്ചു വാങ്ങി അവളുടെ ചേട താഞ്ഞടിച്ചു. അവൾ അവിടെ ഒന്ന് പോയി. ഇതറിഞ്ഞ് ഗംഗാധരൻ മുതലാളിക്ക് കോപം അടക്കാൻ കഴിഞ്ഞില്ല. വെറുമൊരു ശാന്തിക്കാരൻ പയ്യൻ എന്റെ അനന്തരവളെ തല്ലിയെന്നു. അതും ചൂലി വെച്ച് ഈർക്കിന്റെ പാടുകളുടെ കവളിൽ തൊഴുത്തു കിടക്കുന്നു. അദ്ദേഹം 2-3 പേരെയും കൂട്ടി ദ്രുതഗതിയിൽ പാഞ്ഞു വന്നു ശിവഗിരിയിലേക്ക്. പെട്ടെന്ന് അദ്ദേഹം നിന്നുപോയി. മുഖത്ത് തേജസ്സാറുന്ന മുഖത്തോടെ, ബ്രഹ്മചര്യം സ്ഫുരിക്കുന്ന നയനങ്ങളോടെ ആ ശാന്തിക്കാരൻ പയ്യൻ നിഷ്കളങ്കമായി തന്നെ നോക്കി നിൽക്കുന്നു. ആ കുലീനതയിൽ അദ്ദേഹത്തിന്റെ ദേഷ്യം കെട്ടടങ്ങി. ആ മുഖത്ത് നോക്കി അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി. സഹോദരിയോട് പറഞ്ഞു, അതൊരു വലിയ വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു. നല്ല കുട്ടി. ഏതായാലും
കാര്യം എന്താണെന്നറിയട്ടെ. അദ്ദേഹം മരുമകളെ വിളിച്ചു. ചെല്ലമ്മേ. എന്തോ? എടീ, സത്യം പറയണം. ആ ശാന്തിക്കാരൻ നിന്നെ തല്ലിയോ? എന്താണ് സംഭവിച്ചത്? അമ്മാവ, ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാനാണ് തെറ്റ് ചെയ്തത്. അദ്ദേഹം എന്നെ തല്ലിയത് ശരിയാണ്. അദ്ദേഹമല്ല തെറ്റുകാരൻ. ഞാനാണ് തെറ്റ് ചെയ്തത്. പരിശുദ്ധ ജീവിതത്തിൽ നിറകുടമായ ആ ബാലശാന്തിയിൽ ഒരു മഹാത്മാവിന്റെ ലക്ഷണം ഗംഗാരൻ മുതലാളി കണ്ടു. അതിനുശേഷം ശാന്തി അദ്ദേഹം ബഹുമാനത്തോടെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ. എങ്കിലും ആ പെൺകുട്ടിക്ക് ശാന്തി മറക്കാൻ കഴിഞ്ഞില്ല. ഇത് മനസ്സിലാക്കിയ ഗംഗാരൻ മുതലാളി അവളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അതെല്ലാം അവൾ തള്ളിക്കളഞ്ഞു. അങ്ങനെ 2 വർഷത്തോളം കഴിഞ്ഞു. അവൾ ആ പ്രേമത്തെ മനസ്സിൽ താലോലിച്ചു വളർത്തി. മനമാകവേ നിറയുന്നു നീ എൻ മുന്നിലാരാധ്യ ജീവേശ്വര. ഒരു കോടി സ്വപ്നം നെയ്യാൻ ഒരുമിച്ച ജീവിതം പങ്കുവയ്ക്കാം. ഒരു ദിവസം കൊച്ചു ശാന്തി എഴുതിയത് എന്ന് തോന്നിക്കുന്ന നിലയിൽ ഒരു കത്ത് ആ പെൺകുട്ടിക്ക് ലഭിച്ചു. ഇന്ന് രാത്രി 3 മണിക്ക് കുളിക്കടവിൽ വരിക. ഞാൻ കുളിക്കാനായി വരും. അപ്പോൾ ചിലത് സംസാരിക്കാനുണ്ട് എന്ന് സ്വന്തം കൊച്ചു ശാന്തി. എന്നാൽ നമ്മുടെ കൊച്ചു ശാന്തി എന്ന് പറഞ്ഞിരുന്നില്ല. പതിവ് പോലെ കൊച്ചു ശാന്തി റാന്ത വിളക്കുമായി കുളിക്കാൻ വരുന്നു. പെട്ടെന്ന് ആ മുന്നിൽ ആ പെൺകുട്ടി കൂരിൽ കീറി മുറിക്കുന്ന റാന്തലിൻ ശോഭയിൽ കണ്ടൊരാ പെൺകൊടി നിന്നുപോയി താപസം. അദ്ദേഹം ചോദിച്ചു, കുഞ്ഞേ, നീ എന്തിനു വന്നു? അത് കത്തെഴുതിട്ട് തന്നിട്ട്. ഞാൻ കത്തെഴുതിയെന്നു? കഷ്ടം. എഴുത്തറിയാൻ പാടില്ലാത്ത ഞാനെങ്ങനെ കുഞ്ഞെ കത്തെഴുതുക? അതെ, 3 മണിക്ക് കുളിക്കടവിൽ വരാൻ അങ്ങ് എഴുതിയിരുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. കുട്ടി, നീ പോകൂ. നിന്നെ ആയ പറ്റിച്ചതാണ്. 9,000 രൂപയും 10 പവന്റെ ആഭരണങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ നിന്ന് കെഞ്ചി. ഇല്ല, ഞാൻ പോകില്ല, ഞാൻ പോകില്ല. നീ പോകില്ലേ? പോകാനാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ പോകില്ല. അദ്ദേഹം സർവശക്തിയും എടുത്ത് അവളുടെ ചെകിട താഞ്ഞടിച്ചു. വേദന കൊണ്ട് അവൾ പിളഞ്ഞു. അവൾ ഗർഗത്തോടെ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്. അവൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ആ രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങും വഴിയിൽ പതുങ്ങിയിരുന്ന കസ്മലന്മാരാൽ പങ്കിലമാക്കപ്പെട്ട പെൺകുട്ടി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. ആത്മാർത്ഥമായി സ്നേഹിച്ചതിന്റെ പേരിൽ, ജീവനതുല്യം സ്നേഹിച്ചതിന്റെ പേരിൽ അവൾ ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. സത്യത്തിൽ ആ കത്തെഴുതിയത് ആരാണെന്നോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നോ കൊച്ചു ശാന്തിക്കറിയില്ലായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോ വേദന കൊണ്ട് പുളയുന്ന, മരണത്തോട് മല്ലടിക്കുന്ന രോഗിയെ കാണാൻ കരുണാകര ഗുരുവിന്റെ ഒരു വിശ്വാസി ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഞാൻ ആ കൊച്ചു ശാന്തിയെ വേദനിപ്പിച്ചതിന്റെ ഫലമാണിത്. അന്ന് ആ കത്തെഴുതിയത് ഞാനായിരുന്നു. എങ്ങനെയെങ്കിലും കൊച്ചു ശാന്തിയെ ഒന്ന് പറ്റിക്കുക മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ അവിടെയും ശാന്തിയെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങൾ കഴിഞ്ഞില്ല. ആ തെറ്റിന്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ വേദന. എനിക്ക് മാപ്പ് തരാൻ സ്വാമിയോട് എന്റെ ഈ അപേക്ഷ ഒന്നറിയിക്കണേ. പിന്നെ അധിക സമയം അയാൾ ജീവിച്ചില്ല. അങ്ങനെയാണ് ഈ സംഭവത്തിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ പിന്നീട് അദ്ദേഹം പോലും പറഞ്ഞത്. കൊച്ചു ശാന്തിയുടെ ശിവേരിയിലെ ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു. ശിവേരിക്ക് ചുറ്റുമുള്ളവർ സന്യാസിമാരെ ബഹുമാനിച്ചിരുന്നില്ല. അവർ സോമമാരെ ദൂരെ ഒന്ന് വിളിക്കും, അങ്ങനെ കളിയാക്കി വിളിക്കുവര്. എന്നാൽ കൊച്ചു ശാന്തി ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കി അവരോട് അനുനയ രൂപത്തിലെടുത്തു. അദ്ദേഹം അവരോട് ചോദിക്കും, ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണ് ജനങ്ങളെ സേവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇത് കേൾക്കുമ്പോൾ കുട്ടപ്പനും രാഘവനും മാധവനും ഒരേ സ്വരത്തിൽ പറയും, സ്വാമി അത്ഭുതം കാണിച്ചിട്ട് സിദ്ധി കാണിച്ചിട്ട് അതുകൊണ്ടല്ലേ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ പിന്നെ തോന്നാം സിദ്ധി കാണിച്ചപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ. കൊച്ചു ശാന്തി പറഞ്ഞു,
കഷ്ടം, ആ മഹാത്മാ അനുഭവിച്ച ത്യാഗം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ആ ഹൃദയം വേദനിച്ചു. ലോകം തറവാടായി കണ്ടോ രാജാരന്റെ ത്യാഗമണത്തൊരു കീർത്തിയോർക്കൂ. ലോകം തറവാടായി കണ്ടോ രാജാരന്റെ ത്യാഗമണത്തൊരു കീർത്തിയോർക്കൂ. സേഠികളത്ഭുത ജാലമല്ല സത്യത്തിൻ മൂടി തുറന്നു കാണൂ. സത്യത്തിൻ മൂടി തുറന്നു കാണൂ. നിങ്ങൾ ആ മഹാത്മാവിന്റെ സിദ്ധികളും അത്ഭുതങ്ങളും അല്ല കാണേണ്ടത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആ തപോനിഷ്ഠൻ അനുഭവിച്ച ത്യാഗം അത് കാണാൻ നിങ്ങൾ കണ്ടില്ലേ? ശ്രീനാരായണ ഗുരുദേവൻ കൊടുതൂക്കി മലയിൽ കഴിയുന്ന കാലം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലം, ആഹാരത്തിന് യാതൊരു വഴിയുമില്ലാതെ കഷ്ടപ്പെടുന്ന കാലം. കൊടുതൂക്കി മലയിലെ അധ്യായമേ ഓടിയൊരു ത്യാഗമാ ഈ സത്യമേ. തുണി മാറ്റുവാൻ മറുതുണിയില്ലാതായി ഉദരത്തിൻ വേദന ഇതുമ്പി നിന്നു. വിശപ്പിന്റെ വിളിക്കായി കവിരന്നു. ഒളിതൂക്കി മലയിലെ അധ്യായമേ ഒളിയൊരു ത്യാഗമാ ഈ സത്യമേ. ഉടുത്തിരിക്കുന്ന വസ്ത്രം കഴുകിയിട്ട് ഉണങ്ങുന്നവരെയും കാട്ടിൽ മറഞ്ഞിരിക്കും. വിഷം തളരുമ്പോൾ പച്ചിലകൾ പറിച്ചു തിന്നു. അങ്ങനെ ആ ത്യാഗി കൊടുതൂക്കി മലയിൽ ജീവിച്ചു. അങ്ങനെ എത്രയെത്ര കഷ്ടപ്പാടുകൾ സഹിച്ചു. അവസാനം അസുഖം പിടിപെട്ട് മദ്രാസ് ചികിത്സയ്ക്കായി പോയിട്ട് ഗുരു കൊല്ലത്തിരികെ വന്നു. കുറെ സമുദായ പ്രമാണികർ ചുറ്റും കൂടി. ഗുരുവിന്റെ അസുഖം തിരക്കാനല്ല, സ്വത്തിന് അവകാശം സ്ഥാപിക്കാൻ. ഗുരുദേവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്ത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കൈക്കലാക്കാൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തീരെ സുഖമില്ല, നിങ്ങൾ ശിവഗിരിയിലേക്ക് എല്ലാവരും കൂടി വരിക. അദ്ദേഹം ശിവഗിരിയിലേക്ക് പോന്നു. സ്വാമിയുടെ സമാധിക്ക് 3 ദിവസം മുമ്പ് പ്രമാണിമാരെത്തി. ചില പത്രങ്ങൾ വിടർത്തി കാണിച്ചു ഒപ്പുവെക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റ് ക്ഷോഭത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു, നാം ഇത് വൈദ്യവും മന്ത്രവാദവും കൊണ്ട് നേടിയതാണ്. എന്നെ നിങ്ങൾ കിടക്കാൻ സമ്മതിക്കില്ലേ? എന്താണ് ശബ്ദം? എല്ലാവരും തിരിഞ്ഞു നോക്കി. അതാ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഒരു ക്ലോക്ക് തറയിൽ വീണ് ചിന്നിച്ചിത്ത് കിടക്കുന്നു. ഈ സംഭവത്തിന് ശേഷം 3-ാം ദിവസം അദ്ദേഹം ഈ ഭൂമിയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. മുഴുമിക്കാനാവാത്തൊരേടുകൾ ബാക്കിയായി മുനിവര്യൻ മണ്ണിൽ ഇട പറഞ്ഞു. മുഴുമിക്കാനാവാത്തൊരേടുകൾ ബാക്കിയായി മുനിവര്യൻ മണ്ണിൽ ഇട പറഞ്ഞു. അർഹയർപ്പിത പാത്രമണഞ്ഞില്ല പരിലറിവതു പകർന്നു നൽകാം. അർഹയർപ്പിത പാത്രമണഞ്ഞില്ല പരിലറിവതു പകർന്നു നൽകാം. ആ ഏടുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ, അർഹതപ്പെട്ട ഒരു പാത്രത്തിലേക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കഴിയാതെ ആ ത്യാഗി വിലപിച്ചുകൊണ്ട് ഈ ഭൂമിയോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. കൊച്ചുശാന്തി പറഞ്ഞുകൊടുത്ത ഈ കഥകളെല്ലാം ആ പാവങ്ങളിൽ വ്യതിയാനമുണ്ടാക്കി. അവർ യഥാർത്ഥ ഗുരുദേവ ഭക്തന്മാരായി തീർന്നു. കൊച്ചുശാന്തിയിൽ ഒരു സാധാരണ വ്യക്തിയിൽ കവിഞ്ഞ് എന്തോ ഉണ്ടെന്ന് ആ പാവങ്ങൾ മനസ്സിലാക്കി. കൊച്ചുശാന്തിയിൽ നിന്ന് ഭസ്മവും തീർത്ഥവും വാങ്ങി കഴിച്ചാൽ ചില അനുഭവങ്ങൾ പോലും പലർക്കും ഉണ്ടായി. വരുന്നവരെല്ലാം കൊച്ചുശാന്തിയെ കണ്ടേ മടങ്ങൂ എന്നില്ല വന്നു. എന്നാൽ ശിവഗിരിയിൽ പലർക്കും അത് അസൂയ ഉളവാക്കി. അതുകൊണ്ടാവാം അദ്ദേഹത്തെ
ശിവഗിരിയുടെ ബ്രാഞ്ചായ അരുവിപ്പുറത്തേക്ക് മാറ്റപ്പെട്ടത്. അരുവിപ്പുറത്ത് അദ്ദേഹം അനുഭവിച്ച വേദനകൾക്ക് കയ്യും കണക്കുമില്ല. ജോലിയെല്ലാം തീർന്നുറങ്ങുമ്പോൾ രാത്രി 1 മണിയാവും. എല്ലാ ജോലിയും താൻ തന്നെ ചെയ്യണം. സഹായിക്കാൻ ആരുമില്ല. ദിവസവും കിടക്കയിൽ കിടന്ന് ഏങ്ങി ഏങ്ങി കരയും. രാവിലെ നോക്കുമ്പോൾ തലയുടെ മുഴുവൻ കണ്ണുനീരിൽ കൂർന്നിരിക്കും. ദൈവമേ, എന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ലല്ലോ. ആത്മീയത്തിൽ തനിക്കൊന്നും തന്നെ നേടാൻ കഴിഞ്ഞില്ലല്ലോ. കണ്ണാടി തന്നിൽ ബിംബിച്ചൊരു മണ്ണിൽ മനസ്സിലുതിർന്നു. കണ്ണാടി തന്നിൽ ബിംബിച്ചൊരു മണ്ണിൽ മനസ്സിലുതിർന്നു. ജീവസത്തൂറി ഒഴുകുന്ന പീയൂഷം പീഡിതൻ ഈ ജന്മം വ്യർത്ഥമാണോ? ജീവസത്തൂറി ഒഴുകുന്ന പീയൂഷം പീഡിതൻ ഈ ജന്മം വ്യർത്ഥമാണോ? കണ്ണാടി തന്നിൽ ബിംബിച്ചൊരു മണ്ണിൽ മനസ്സിലുതിർന്നു. മനോദുഃഖം കൊണ്ട് തളർന്നുപോയ ആ ശരീരവും പേറി ആ ത്യാഗി വിലപിച്ചു. ദൈവമേ, നാശത്തിലേക്ക് നീങ്ങുന്ന ഈ ലോകത്തിന് അല്പം ആശ്വാസമേകാൻ എനിക്ക് കഴിയില്ലേ? പെട്ടെന്നൊരു ഉൾവിളി പോലെ ദൃഢനിശ്ചയമുണ്ടായി. ഇല്ല, ഞാൻ പിന്തിരിയില്ല. എന്റെ ശരീരം എനിക്ക് പ്രശ്നമല്ല. ഇത് നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. പക്ഷേ ഞാൻ എന്റെ അന്വേഷണം തുടരും. ലക്ഷ്യത്തിലെത്തും വരെ എനിക്കൊന്നും വേണ്ട. ഞാനൊന്നും കൊണ്ട് വന്നുമില്ല. പക്ഷേ സത്യം എനിക്കറിയണം. അറിഞ്ഞേ ഞാൻ പിന്മാറും. ആ ദൃഢനിശ്ചയത്തിന്റെ തുടക്കം തോന്നും ശ്രീനാരായണ ഗുരു തപസ് ചെയ്ത കൊടുതൂക്കി മലയിൽ പോയിരുന്ന് ധ്യാനിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ പൂജ കഴിഞ്ഞ ഉടനെ കൊച്ചുശാന്തി ആ മലയിലേക്ക് യാത്രയായി. അതാ ആ ചെറിയ രൂപം പണിപ്പിട്ട് മലയിലേക്കതാ കയറിപ്പോകുന്നു. ഓടി ഓടി കയറുകയാണ്. വളരെയധികം പണിപ്പെട്ടതാ ഓടുന്നു ആ മലയുടെ മുകളിലേക്ക്. പക്ഷേ ആ യാത്രയെപ്പറ്റി ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നില്ല മാത്രമല്ല, അറിഞ്ഞവരാകട്ടെ കളിയാക്കുകയും ചെയ്തു. പോകുമ്പോ കടയിൽ ഇരുന്നു കൊണ്ട് ആളുകൾ പറയും, ഓ അവന്റെ ഓട്ടം കണ്ടില്ല, ഓട്ടം കണ്ടില്ലേ, ഓട്ടം കണ്ടാ ജീവനോടെ പിടിക്കാൻ പോയ ദൈവത്തെ പിടിക്കാനോട്. ഇതൊന്നും ശ്രദ്ധിക്കാൻ കൊച്ചുശാന്തിക്ക് സമയമില്ല. അദ്ദേഹം ഓടിക്കയറുകയാണ്. അത് അദ്ദേഹം കൊടുതൂക്കി മലയുടെ നെറുകയിലെത്തി ധ്യാന നിമഗ്നായി. പക്ഷേ അതിവരിക്കാൻ സമയമില്ല. ധാരാളം ജോലി ചെയ്തു വെക്കാനുണ്ട്. തിരിച്ചിറങ്ങി ഓടി. എല്ലാം കൂടി 10 മിനിറ്റ്. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. 40-ാം ദിവസം എത്തി. പതിവ് പോലെ കൊച്ചുശാന്തി കൊടുതൂക്കി മലയിലെത്തി ധ്യാന നിമഗ്നായി. പെട്ടെന്ന് ആ ഭൗമജ്യോതി തെളിഞ്ഞു മുന്നിൽ അനുഭവകാന്തി പരന്നു. ആരു നീ സ്നേഹസ്വരൂപമേ, സത്യമോ മിഥ്യയോ ദൈവമോ നീ. അഭൗമമായ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അതിനുള്ളിൽ ഒരു രൂപം. കൊച്ചുശാന്തിക്ക് ഒന്നും മനസ്സിലായില്ല. ആരാണത്? താനേ കാണുന്ന രൂപം ആരുടേതാണ്? ദൈവമാണോ ഇത്? സത്യമാണോ ഇത്? മിഥ്യയാണോ ഇത്? ഒന്നും മനസ്സിലാകുന്നില്ല. ആ രൂപം കൊച്ചുശാന്തി അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷമായി. അന്ന് വൈകുന്നേരം അദ്ദേഹം നെയ്യാറ്റിൻകരയ്ക്ക് തിരിച്ചു. ഒരു പരിചയക്കാരൻ അടുത്തുള്ള ചായക്കടയിൽ വിളിച്ചു കയറ്റി. അതാ ആ ചായക്കടയുടെ ചുവരിൽ തൂക്കിട്ടിരിക്കുന്ന ചിത്രം തന്നെ. അത് തന്നെ താൻ ഇന്ന് രാവിലെ ധ്യാനത്തിരിക്കുമ്പോൾ കണ്ട അതേ രൂപം തന്നെ. സംശയമില്ല. അദ്ദേഹം കടക്കാരനോട് ചോദിച്ചു, ദേ, ഈ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന പടം ആരുടേതാണ്? അത് ആരുടെ പടമാണ്? അതറിയില്ലേ? അതാണ് ഷിർദി സായിബാബ. ഷിർദി സായിബാബ, ഷിർദി സായിബാബ. ആ നാവുകൾ അറിയാതെ പലവരും ആ നാമം ഉരുവിട്ടു. ആത്മീയതയുടെ അന്വേഷണത്വരയിൽ
തനിക്ക് ലഭ്യമായ ദാർശനിക രൂപം ഷിർത്തി സായിബാബ. ആ സമയത്ത് വിജയൻ എന്നൊരു ശ്രീനാരായണ ഗുരുഭക്തൻ അരിയപ്പുറത്തുണ്ടായിരുന്നു. അയാൾ ഒരിക്കൽ കൊച്ചുശാന്തി പറഞ്ഞു, ശാന്തി, എനിക്കൊരിക്കൽ മാരകമായൊരു അസുഖം ഉണ്ടായി. ഓ, എന്തൊരസുഖം പറഞ്ഞറിയിക്കാനാവാത്ത. പലയിടത്തും ഞാൻ ഭജനമിരുന്നു, ഒരു പ്രയോജനം ഉണ്ടായില്ല. അവസാനം ഭീമാ പള്ളിക്കടുത്ത് ഖുറേഷ ബക്കർ എന്നൊരു മുസ്ലിം പുരോഹിതനുണ്ടായിരുന്നു. എന്നെ സുഖപ്പെടുത്തിയ അദ്ദേഹമാണ്. ശാന്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. കുട്ടിക്കാലം മുതൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന പരതു നടന്ന വിഷയം ഇതാ സമാഗതമാകുന്നു. ആത്മാനുഭൂതിയുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തുക. ആ മോഹം അതിന്റെ മൂർധന്യത്തിലെത്തി. ആ മഹാജ്ഞാനിയെ കാണാൻ കൊച്ചുശാന്തിയുടെ ഹൃദയം വെമ്പൽ കൊണ്ടു. തനിക്കൊരു ആത്മഗുരുവിനെ ലഭിക്കാൻ പോകുന്ന ഓർത്തപ്പോ ആ മനസ്സിൽ സന്തോഷത്തിന്റെ വേലിയേറ്റം. അന്ന് തന്നെ വിജയനെയും കൂട്ടി ഭീമാപള്ളിയിലേക്ക് യാത്രയായി. ആത്മഗുരുവിനെ അന്വേഷിച്ചുള്ള യാത്ര. ചിരകാലമായി മനസ്സിൽ സൂക്ഷിച്ച കാര്യം ഇതാ സാക്ഷാത്കരിക്കുന്നു. ഒരാത്മഗുരുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള യാത്ര. അവരങ്ങനെ ഭീമാപള്ളിക്കടുത്തെത്തി. ആത്മഗുരുവുമായുള്ള ആദ്യ സമാഗമം. അതാ ആ മനുഷ്യൻ നടന്നു വരുന്നു. അജാനുബാഹുവായ മനുഷ്യൻ. കറുത്ത കൂറ്റൻ പാറകണക്കെ കടഞ്ഞെടുത്തോരാകാരം, കറുത്ത കൂറ്റൻ പാറകണക്കെ കടഞ്ഞെടുത്തോരാകാരം, ചാക്കിതു ചുറ്റി സഞ്ചിയുമേന്തി കടന്നു വന്നു ഗുരുഭക്തി, ചാക്കിതു ചുറ്റി സഞ്ചിയുമേന്തി കടന്നു വന്നു ഗുരുഭക്തി. കൺകളിലാകെ ചുവന്ന സൂര്യൻ കണ്ടാൽ കരളിലൊഴിമിന്നൽ, കൺകളിലാകെ ചുവന്ന സൂര്യൻ കണ്ടാൽ കരളിലൊരിടിമിന്നൽ, കണ്ടാൽ കരളിലൊരിടിമിന്നൽ, കണ്ടാൽ കരളിലൊരിടിമിന്നൽ. ഖുറേഷ ഫക്കീർ. കറുത്ത പാറ കൊണ്ട് കടഞ്ഞെടുത്ത പോലെയുള്ള ശരീരം. ഒരു ചാക്കും ചുറ്റി ആ മനുഷ്യൻ കയ്യിലൊരു സഞ്ചിയുമായി കടന്നു വരുന്നു. അതെ, ഖുറേഷ ഫക്കീർ. കണ്ട മാത്രയിൽ തന്നെ ശാന്തി ഞെട്ടിപ്പോയി. ചുവന്തുടുത്ത കണ്ണുകൾ, രാത്രിയുടെ നിശബ്ദതയും കടലിന്റെ ഇരുമ്പലും ആ ഭീകരരൂപവും മനസ്സിനെ പേടിപ്പെടുത്തുന്നതായിരുന്നു. വിജയൻ ചെന്ന് അദ്ദേഹത്തോട് എന്തോ സംസാരിച്ചു. ഉടനെ അദ്ദേഹം ഹോയ് ഹോയ് എന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, നാളെയാവട്ടെ, നാളെയാവട്ടെ. പിറ്റേന്ന് രാവിലെ ശാന്തി തോട്ടിലിറങ്ങി കുളിച്ച് ഈരൻ വസ്ത്രത്തോടെ അങ്ങനെ നിൽക്കുമ്പോ അതാ ഇന്നലെ കണ്ട രൂപം അജാനുബാഹുവായ മനുഷ്യൻ. കറുത്ത കൂറ്റൻ പാറകണക്കെ കടഞ്ഞെടുത്തോരാകാരം, കറുത്ത കൂറ്റൻ പാറകണക്കെ കടഞ്ഞെടുത്തോരാകാരം, ലുങ്കിയുടുത്തു സഞ്ചിയുമേന്തി കടന്നു വന്നു ഗുരുഭക്തി, ലുങ്കിയുടുത്തു സഞ്ചിയുമേന്തി കടന്നു വന്നു ഗുരുഭക്തി. ആ കണ്ണുകൾ കൊച്ചുശാന്തിയിൽ തന്നെ തറച്ചു. അനേക കാലങ്ങളായി അന്വേഷിച്ചു നടന്ന തന്റെ ശിഷ്യനിത തന്റെ അടുത്ത് നിൽക്കുന്നു. അരിമശിഷ്യനെ പുനരാരംഭിക്കുന്ന ഹൃദയത്തോടെ അദ്ദേഹം അങ്ങനെ നോക്കി നിന്നു. എല്ലാം അറിയുന്ന നോട്ടം. ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ എന്നേക്കും തങ്കലിപികളിൽ ചേർക്കപ്പെടേണ്ട ഒരു അപൂർവ സമാഗമം. അന്തർനേത്രങ്ങളുടെ തിരിച്ചറിവുകൾ, ആർജിത കർമ്മങ്ങളുടെ തിരിച്ചറിവുകൾ അല്പസമയം അവർക്കിടയിൽ മൗനമായി കടന്നുപോയി. അദ്ദേഹം ചോദിച്ചു, നീ ഇന്നലെ വന്നയാളല്ലേ? അതെ, ശാന്തി ഉത്തരം പറഞ്ഞു. എന്തിനായി വന്നു? ആത്മശാന്തി കുതുകുന്നതെന്തോ അത് നേടാൻ. കേട്ട മാത്രയിൽ തന്നെ ആ താപസൻ കൊച്ചുശാന്തിയെ കെട്ടിപ്പിടുന്നു. എന്നിട്ട് പറഞ്ഞു, നീ നീ അവകാശി, നീയാണ് അവകാശി, നീ ഗഗ്നം. ആ കണ്ണുകൾ ഈർണീച്ചു. പൂർണ്ണത പകരാൻ കൈത്തിരിയേന്തിയ ഗുരുവിൻ മുന്നിലെ നിലവിളക്ക്, പൂർണ്ണത പകരാൻ കൈത്തിരിയേന്തിയ ഗുരുവിൻ മുന്നിലെ നിലവിളക്ക്, പലകാലത്തായി കരുതിയൊരുക്കിയ നിലമതിൽ വിതറാനൊരു വിത്ത്, പലകാലത്തായി കരുതിയൊരുക്കിയ നിലമതിൽ വിതറാനൊരു വിത്ത്, സംഗമമിവിടെ സാഗരമെന്നും അണയാൻ വെമ്പും കൈച്ചാലും, സംഗമമിവിടെ സാഗരമൊന്നും അണയാൻ വെമ്പും കൈച്ചാലും, പൂർണ്ണത പകരാൻ കൈത്തി